നമസ്കാരം. നമ്മൾ യൂണിനോട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെ പറ്റിയുള്ള വീഡിയോ സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ്, ഏതെല്ലാം തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനോ ലഭ്യമാണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ബ്രീഫ് ഐഡിയയാണ് നമ്മൾ നൽകുന്നത്. ആദ്യം തന്നെ ഗിഫ്റ്റ് എന്ന സങ്കല്പത്തിനെ പറ്റി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒന്നുകിലൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളിൻ്റെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒരു ഗിഫ്റ്റ് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു രീതി പൊതുവെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഗിഫ്റ്റ് എന്ന സങ്കല്പം ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പൊതുവെ ആൾക്കാരുടെ ഒരു ധാരണ, ഒരു ഹൗസ് വാമിങ്ങിന്, ഒരു പാലുകാച്ചൽ ചടങ്ങിൽ നിന്ന് നമ്മൾ പോകുമ്പം അവരുടെ വീട്ടുകാർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് പോകുമ്പോൾ അവർക്ക് ഭാവിയിൽ ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റായിട്ട് നൽകണം എന്നൊക്കെയാണ് ട്രഡീഷണലായിട്ടുള്ള ചിന്താഗതി. പക്ഷേ യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരാൾക്ക് ഒരു സമ്മാനം നൽകുന്ന സമയത്ത് അത് ജീവിതകാലം മുഴുവൻ അവർക്ക് മെമ്മറബിളായിട്ടുള്ള ഒരു സാധനമായിരിക്കും. അതായത് ആ ഗിഫ്റ്റ് അവരെപ്പോഴൊക്കെ കാണുന്നോ ആ കാണുമ്പോഴെല്ലാം അവർ നമ്മളുടെ പ്രസൻസ് അതിൽ തിരിച്ചറിയണം. അപ്പോൾ ഗിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മെമ്മറബിളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ, അതിനെയാണ് നമ്മൾ ഗിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെമ്മറബിളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കസ്റ്റമൈസേഷൻ. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു ഡിന്നർ സെറ്റ് മേടിച്ച് നമ്മുടെ ഡിയറസ്റ്റ് ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഫാമിലി മെമ്പർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഡിന്നർ സെറ്റ്, പല ഡിന്നർ സെറ്റുകൾ വരും, അത് അവരവിടെ വെക്കും. ചിലതൊക്കെ ഉപയോഗിക്കും, ചിലതൊക്കെ ഉപയോഗിക്കില്ല. അതേസമയം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പേഴ്സണലൈസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഗിഫ്റ്റായിട്ട് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നും അവരുടെ ഷോക്കേസിലുണ്ടാകും. എന്നും ആ പ്രോഡക്റ്റ് കാണുമ്പോൾ അവർ നമ്മളുമായിട്ടുള്ള ബന്ധം റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഇന്ന് ഗിഫ്റ്റിൻ്റെ സങ്കല്പം തന്നെ മാറിയിട്ടുണ്ട്. പേഴ്സണലൈസേഷൻ ഈ ഫീൽഡിൽ ഏറ്റവും വലിയ തോതിൽ കടന്നു വന്നിരിക്കുന്നതാണ്. പക്ഷേ പേഴ്സണലൈസേഷൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. നമുക്ക് നാളെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന് ഇന്ന് വൈകിട്ട് കടയിൽ പോയി സാധനം മേടിച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇച്ചിരി പ്ലാൻഡ് ആണെങ്കിൽ മാത്രമേ പേഴ്സണലൈസേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും. അതായത് 2 ആഴ്ച മുമ്പ്, ഒരാഴ്ച മുമ്പെങ്കിലും നമുക്ക് ഇതിനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമുക്കൊരു ഗ്യാപ്പ്, ടൈം പീരീഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആ ടൈമിനുള്ളിൽ നമുക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ നമുക്ക് പ്രസൻറ്റേഷനായിട്ട് നൽകാൻ സാധിക്കും. അപ്പോൾ അത് ഈ കമ്പനിയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതൊരു പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കസ്റ്റമൈസേഷൻ ആകത്തിൽ കസ്റ്റമൈസ്ഡ് ഫോട്ടോസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ കൊളാഷുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ഇന്ന് പലതരത്തിലുള്ളത്, പല ഷേപ്പിൽ, പല വ്യൂസിൽ പോസിബിളായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പല വലിപ്പത്തിൽ, പല റേഞ്ചിൽ, എമൗണ്ടിൽ വ്യത്യാസം വരുന്ന രീതിയിൽ പല റേഞ്ചിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് അവൈലബിളാണ്. കൂടുതലായിട്ടും ഇത്തരം പ്രോഡക്റ്റുകൾ ചെയ്യുന്നത് ഗ്ലാസ്സിൽ, അതുപോലെ തന്നെ അക്രിലിക്കിൽ, അതുപോലെയുള്ള കുറേ കൂടെ സെൻസിറ്റീവ് മെറ്റീരിയൽസിലായിരിക്കും ഇത്തരം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. കസ്റ്റമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് ചെയ്യുന്ന ആളിൻ്റെ അവർക്ക് വേണ്ട അവരുടെ തന്നെ പിക്ചറുകൾ വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും.
ഉദാഹരണത്തിന് ഈ രീതിയിൽ ഒരു വെഡ്ഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാനൊക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഇത്. ഇതിൽ അവരുടെ തന്നെ പിക്ചർ, നമ്മൾ ആർക്കാണോ പ്രസൻറ്റ് കൊടുക്കുന്നത് അവരുടെ തന്നെ പിക്ചറുകൾ പ്ലേസ് ചെയ്ത് ഈ രീതിയിൽ ഒരു പ്രസൻറ്റ് നൽകുന്ന സമയത്ത് തീർച്ചയായിട്ടും എക്കാലത്തും അവരുടെ ഷോക്കേസിൽ അത്തരം പ്രോഡക്റ്റുകൾ അവർ കീപ്പ് ചെയ്യും. കുറച്ചുകൂടെ കോമ്പാക്റ്റായിട്ടുള്ള ഈ രീതിയിൽ. ഇത് ഇന്ന് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ 100 കണക്കിന് ഡിസൈനുകൾ, ഇത്തരത്തിലുള്ള ഡിസൈനുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏത് ഡിസൈനാണോ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഡിസൈന് സെലക്ട് ചെയ്ത് നമുക്ക് അപ്ലോഡ്, ഇതിൽ പ്രിൻ്റ് ചെയ്യേണ്ട ഫോട്ടോ അപ്ലോഡ് ചെയ്യുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഈ പ്രോഡക്റ്റ്, ഇതിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടിയുള്ളത്, ഡയറക്റ്റായിട്ട് ഈ കസ്റ്റമർക്ക് റീച്ച് ചെയ്യത്തക്ക രീതിയിൽ പാഴ്സൽ ചെയ്യുന്നതിനുള്ള അവസരവും ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് ലഭ്യമാണ്. അതായത് നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേരിൽ അതൊരു ഗിഫ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ആളിൻ്റെ വീട്ടിൽ അതിൻ്റെ ടൈം ബൗണ്ടായിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ഓർഡറുകൾ തരുന്ന മുറയ്ക്ക് അവർക്ക് ടൈം ബൗണ്ടായിട്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനവും ഇന്ന് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റിങ്ങിനകത്തിൽ അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ലൈറ്റ് LED എൻഗ്രേവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, എൻഗ്രേവ്ഡ് പ്രോഡക്റ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ലേസർ കട്ടിങ്ങിലാണ് ചെയ്യുന്നത്. ഇതിലെ പ്രിൻറ്റിങ്ങുകളെല്ലാം വരുന്നത് UV പ്രിൻറ്റിങ്ങുകളാണ്, സ്റ്റിക്കർ വർക്കുകളൊന്നുമല്ല, സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയല്ല, ഡയറക്റ്റായിട്ട് ഇതിൽ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാസ്റ്റിങ്, ഇത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന സാധനമായിരിക്കും. ഇതൊരിക്കലും നമുക്ക് ചിരണ്ടി പറിച്ച് ഇളക്കി കളയാനൊക്കുന്ന ഒരു മെറ്റീരിയലല്ല. ഇത് ഡയറക്റ്റായിട്ട് ഈ മെറ്റീരിയലിലേക്ക് തന്നെ പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബോർഡറും മറ്റു കാര്യങ്ങളും ലേസറിൽ എൻഗ്രേവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈറ്റ് റിഫ്ലക്ഷൻ, ഇതിനകത്ത് തന്നെ നമുക്ക് പല കളറിലുള്ള ലൈറ്റുകൾ കൊടുത്ത് ഇതിൻ്റെ റിഫ്ലക്ഷൻ, ഇതിൻ്റെ വ്യൂ ഇഫക്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ കസ്റ്റമൈസ്ഡ്. അതുപോലെ ജനറലായിട്ടുള്ള പ്രോഡക്ട്സുകൾ, ഇതുപോലെ ഓൾറെഡി റെഡിമെയ്ഡായിട്ടുള്ള പ്രോഡക്ട്സുകളും നമുക്ക് ഇവിടെ നിന്ന് ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് ഒരു ആർക്കും പ്രസൻറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ്. ഇത് പ്യുവർലി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇതിൻ്റെ തന്നെ ബ്ലാങ്ക് പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഇതിനകത്തിൽ ഫോട്ടോ മാത്രം പ്ലേസ് ചെയ്താൽ മതിയാകും. ഈ സെഗ്മെൻറ്റിൽ തന്നെ മറ്റൊരു കാറ്റഗറിയാണ് ഇതൊരു നൈറ്റ് ലാമ്പാണ്. നൈറ്റ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം എന്ന ഒരു കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഫോട്ടോസ് നമുക്ക് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ പുതിയ ഫോട്ടോ നമുക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് നമുക്ക് പുതിയ പ്രോഡക്റ്റുകളായിട്ട് മാറ്റാം. അതുപോലെ തന്നെ നൈറ്റ് ലാമ്പ് കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു പ്രോഡക്റ്റാണിത്. ഇത് മൾട്ടി കളർ ആയിരിക്കും. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഈ കസ്റ്റമൈസ് ചെയ്ത ഫോട്ടോസ് വെച്ചോ പേരുകൾ വെച്ചോ നമുക്ക് ചെയ്തെടുക്കാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഫുള്ളി എൻഗ്രേവ്ഡ് ആണ്. ഇത് ഫുള്ളി പ്രിൻ്റഡ്, ഫോട്ടോ പ്രിൻ്റഡ് ആണ്. ഈ രണ്ട് കാറ്റഗറി നേരത്തെ പറഞ്ഞ കാറ്റഗറിയുടെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ്. ബാക്കി ഈ കംപ്ലീറ്റ് ചെയ്ത പ്രോഡക്റ്റും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലാങ്ക് പ്രോഡക്റ്റുകൾ മേടിച്ച് വെച്ചിട്ട് അവർക്കൊരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഡയറക്റ്റായിട്ട് ഫോട്ടോ പ്ലേസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ ഈ രീതിയിലുള്ള റെഡിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്ത് അത്തരം പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്ത് അത് ഏത് ഡിസൈനിലും, ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നതേ ഉള്ളൂ, ഏത് ഡിസൈൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാരിക്കേച്ചറുകൾ, അപ്പം പിന്നെ നമ്മുടെ ഡിയറസ്റ്റ് ആർക്കാണോ നമ്മൾ പ്രസൻറ്റ് കൊടുക്കുന്നത് അവരുടെ കാരിക്കേച്ചറുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് തന്നെ നമുക്ക് അവർക്ക് പ്രസൻ്റായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ കമ്പനികൾക്ക്, പല സ്ഥാപനങ്ങൾക്ക് അവരുടെ ലോഗോസും അവരുടെ മോട്ടോസും ഒക്കെ ഇതുപോലെ തന്നെ എൻ്റർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിനും അവരുടെ എംപ്ലോയീസിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇന്ന് ഈ കമ്പനിയിലൂടെ അവൈലബിൾ ആണ്. അങ്ങനെ ഗിഫ്റ്റിംഗ് രംഗത്ത്
ഗിഫ്റ്റ് ഏത് തരത്തിലുള്ളതും നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള ഗിഫ്റ്റുകളാണെങ്കിലും അല്ലാതെ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിനകത്തിൽ മറ്റൊരു കാറ്റഗറി വരുന്നുണ്ട്. അതായത് പേഴ്സണലൈസ്ഡ് ക്ലോക്കുകൾ, അതായത് ടേബിൾ ടോപ്പ് ക്ലോക്കുകൾ, അതുപോലെ തന്നെ വാൾ ക്ലോക്കുകൾ, വാൾ ഡെക്കറുകൾ. ഇത് മറ്റൊരു സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഗിഫ്റ്റ് ഐറ്റത്തിനകത്തിൽ തന്നെ വരുന്നത്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിനകത്തിൽ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് പേഴ്സണലൈസ്ഡ് മഗ്ഗുകൾ, അതുപോലെ ബോട്ടിൽസുകൾ. കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിനകത്തിൽ നമുക്ക് കൊടുക്കാൻ ഒക്കുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് മഗ്ഗുകൾ, ബോട്ടിലുകൾ, പേന, പേഴ്സണലൈസ്ഡ് പെൻ, കീ ചെയിനുകൾ. അതെല്ലാം നമ്മൾ മറ്റ് സെഗ്മെൻറ്റുകൾ പ്രോഡക്റ്റ് സെഗ്മെൻറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഈ സെഗ്മെൻറ്റിനകത്ത് ഡിസ്കസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഓരോ കാറ്റഗറി അതെല്ലാം പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിനകത്തിൽ വരുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, ഗിഫ്റ്റിങ്ങിനകത്തിൽ വരുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിനും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു സെഗ്മെൻ്റുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലാങ്ക് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് അത് റെഡിമെയ്ഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. ഇവിടെ നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ബ്ലാങ്ക് പ്രോഡക്ട്സുകൾക്ക് നിങ്ങൾ റെഡി സ്റ്റോക്ക് എപ്പോഴും മേടിച്ച് കീപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 1, 2, 3 പ്രോഡക്റ്റുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് അത് തീരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇത്തരം പ്രോഡക്റ്റുകൾ റീപർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റിങ്ങിനകത്തിൽ ഇത്തരം ഗിഫ്റ്റുകളുടെ എല്ലാം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ബൗണ്ടായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ ഉള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടൈം സ്ലോട്ട് പറയാം. ഇപ്പം 12-ാം തീയതി വിവാഹം നടക്കുന്ന ആണ്, നിങ്ങൾക്ക് 12-ാം തീയതിയാണ് അത് അവിടെ ലഭിക്കേണ്ടതെങ്കിൽ അത് എന്ന് ഇവിടെ നിന്ന് ഡെസ്പാച്ച് ചെയ്യണം എന്ന് നിങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്താൽ ആ ഡേറ്റിൽ കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് ഡെസ്പാച്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗിഫ്റ്റിൻ്റെ കോൺസെപ്റ്റുകൾ മാറ്റിക്കൊണ്ട് പുതിയൊരു സെഗ്മെൻറ്റ് ഈ കമ്പനിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനകത്തിൽ ഒരു പുതിയ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും ഇതിലൂടെ ലഭിക്കുന്നത്. അപ്പം മറ്റ് സെഗ്മെൻറ്റുകളെപ്പറ്റി വളരെ ഡീറ്റെയിലായിട്ട് മറ്റ് പ്രോഡക്റ്റുകളെപ്പറ്റി വളരെ ഡീറ്റെയിലായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുവരെ